വൻഹായ് 503 കപ്പൽ കത്തിയതിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത്. കപ്പൽ ഉടമയെയും ക്യാപ്റ്റനെയും ഇപ്പോൾ പ്രതി ചേർത്തു എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ വാൻഹായ് കപ്പൽ കത്തിയതിൽ വളരെ വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നീക്കുന്നതിലടക്കം വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടൊരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കേസെടുത്തു എന്ന് മനസ്സിലാകുന്നു. തിയോഫിൻ, എങ്ങനെയാണ് വിവരങ്ങൾ? അതിന് വാൻഹായ് കപ്പൽ, സിംഗപ്പൂർ കപ്പലായ വാൻഹായ് കണ്ണൂർ അഴീക്കൽ തീരത്തിനും ബേപ്പൂർ തീരത്തിനും കോഴിക്കോട് ബേപ്പൂരിനും ഇടയിലായി പുറംകടലിൽ തീപിടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കേസെടുത്തത്. കപ്പൽ ഉടമ ഒന്നാം പ്രതിയാണ്. ഇതിൽ കപ്പൽ ക്യാപ്റ്റനെ രണ്ടാം പ്രതിയാക്കിയും ജീവനക്കാരെ മൂന്നാം പ്രതികളുമാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വടകര സ്വദേശിയായ VP സുരീഷാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. അമിത വേഗതയിൽ കടലിൽ സഞ്ചരിച്ചതിന് ഭാരതീയ ന്യായ സംഹിതയിലെ 282 വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ഒപ്പം വിഷപദാർത്ഥങ്ങളും തീപിടുത്ത സാധ്യതയുള്ള വസ്തുക്കളും ഒക്കെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതിന് BNS-ലെ 286, BNS 287 വകുപ്പുകളും ചുമത്തി. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടമുണ്ടാക്കിയതിന് BNS 288 എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. കപ്പലിനെ നേരത്തെ ഈ ബേപ്പൂർ ഭാഗത്തു നിന്നും കൊച്ചിയിലേക്ക് എത്തിച്ചിരുന്നു. കൊച്ചി തീരത്ത് നിന്ന്, കേരള തീരത്ത് നിന്നും ഉൾക്കടലിലേക്ക് സുരക്ഷിതമായ അകലത്തിലേക്ക് കപ്പൽ എത്തിച്ചിട്ടുണ്ടെന്ന് കോസ്റ്റ് ഗാർഡ് നാവികസേനയും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കൊച്ചി തീരത്ത് നിന്നും 57 നോട്ടിക്കൽ മൈൽ അകലെയായിട്ടാണ് ഇപ്പോൾ കപ്പലുള്ളത്. ഇടയ്ക്കിടെ കപ്പലിൽ നിന്ന് പുക ഉയരുന്നുണ്ടെങ്കിൽ കൂടി ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചത്. ഈ മാസം 9-ാം തീയതിയാണ് അഴീക്കൽ തീരത്തിനടുത്ത് വെച്ച്, അഴീക്കൽ തീരത്ത് നിന്നും 44 നോട്ടിക്കൽ മൈലോളം അകലെ വെച്ച് കപ്പലിൽ തീപിടുത്തമുണ്ടായത്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. പിന്നീടാണ് കപ്പലിനെ ടഗ് ബോട്ടുകളുടെ സഹായത്തോടുകൂടി കൊച്ചി പുറംകടലിലേക്ക് എത്തിച്ചത്. ശരി, വ്യക്തമാണ്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.